റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹുവിന് സർവസ്തുതിയും. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ഉത്കൃഷ്ട സൃഷ്ടിയാക്കുകയും ഇതര സൃഷ്ടികൾക്കില്ലാത്ത അനേകം സവിശേഷതകൾ നൽകി അവനെ അനുഗ്രഹിക്കുകയും അവൻ്റെ ഇരുലോക നന്മകൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കനിനേകുകയും ചെയ്തിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമത്രേ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന് സർവസ്തുതിയും. നബി മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവൻ ഖുർആൻ അവതരിപ്പിച്ചു. അത് മുഖേന സജ്ജനങ്ങൾക്ക് സുവിശേഷവും ദുർജനങ്ങൾക്ക് താക്കീതും നൽകുവാനായി തിരുമേനിയെ തൻ്റെ തിരുദൂതനാക്കി നിയോഗിച്ചു. പ്രസ്തുത കർത്തവ്യം അവിടുന്ന് തികച്ചും നിറവേറ്റി. ദൗത്യം വേണ്ടതുപോലെ നിർവഹിച്ചു. സത്യമാർഗം ലോകത്തിന് തുറന്നുകാട്ടി. അസത്യമാർഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. മനുഷ്യാരംഭം മുതൽ തുടർന്നുകൊണ്ടിരുന്ന പ്രവാചകത്വത്തിൻ്റെയും ദിവ്യദൗത്യത്തിൻ്റെയും ശൃംഖല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അള്ളാഹു അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയൊരു പ്രവാചകൻ്റെ നിയമനത്തിനോ ഒരു വേദഗ്രന്ഥത്തിൻ്റെ അവതരണത്തിനോ ആവശ്യം നേരിടാത്തവണ്ണം വിശുദ്ധ ഖുർആനെ ലോകാവസാനം വരെ നിലനിർത്തുന്നതാണെന്ന് അവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അദ്ദേഹം കൊണ്ടുവന്ന ആ ദിവ്യ ഗ്രന്ഥത്തിലും സുദൃഢമായി വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രബോധന മാർഗത്തിൽ സർവാത്മന അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സഖാക്കളായ സ്വഹാബികൾക്കും വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ അവരെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ജീവിതോദ്ദേശ്യം സഫലമാക്കിയ എല്ലാ സജ്ജനങ്ങൾക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ശാന്തിയും സമാധാനവും സദാ വർഷിച്ചുകൊണ്ടിരിക്കട്ടെ. ആമീൻ. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ആമുഖമോ പീഠികയോ ആവശ്യമില്ല. അത് മനുഷ്യ സാധ്യവുമല്ല. ഖുർആനെയും അതിലെ ഉള്ളടക്കങ്ങളെയും സംബന്ധിച്ചും അതിൻ്റെ വ്യാഖ്യാനം, വിവരണം, പരിഭാഷ മുതലായവരെ സംബന്ധിച്ചും നമ്മുടെ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിഷയങ്ങൾ വായനക്കാരെ മുൻകൂട്ടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ മുഖവുര കൊണ്ടുദ്ദേശം. വാസ്തവത്തിൽ ഈ മുഖവുരയിലെ വിഷയങ്ങൾ മിക്കവാറും വെവ്വേറെ വിസ്തരിച്ചു പ്രതിപാദിച്ചുകൊണ്ടേയാകുന്നു. മിക്കതിലും പല മഹാന്മാരും പ്രത്യേകമായി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. സ്ഥലകാല ദൈർഘ്യത്തെ ഭയന്നു വിശദീകരണത്തിന് മുതിരാതിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് സത്യം ഗ്രഹിക്കാനുള്ള തൗഫീഖും മാർഗദർശനവും നൽകട്ടെ. ഈ ഗ്രന്ഥത്തിൽ വന്നേക്കാവുന്ന അബദ്ധങ്ങൾ അവൻ മാപ്പ് ചെയ്തിരിക്കുകയും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദവും അവൻ്റെ സൽപ്രീതിക്ക് കാരണവുമായ ഒരു സൽക്കർമ്മമായി ഇതിനെ അംഗീകരിക്കുകയും ചെയ്യട്ടെ. ആമീൻ.